മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. ഇന്നലെ നടന്ന വീക്കെൻഡ് എപ്പിസോഡിലെ സൺഡേയിലെ സൺഡേ സപ്ലിമെന്റ് അല്ല എന്താ പറയാ, സൺഡേ എപ്പിസോഡ്. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു അതില്? വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ലാലേട്ടൻ എന്തിനാ വന്നേ? ലാലേട്ടൻ തലേന്നത്തെ പ്രമോയിൽ എവിക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ വന്നത്. ഒന്നും നടന്നില്ല. എവിക്ഷൻ നടന്നു? എവിടെ എവിക്ഷൻ നടക്കൂല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, നമ്മൾ പറഞ്ഞായിരുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ശൈത്യ ഇപ്പൊ അവിടെ ബിഗ് ബോസിൽ നടക്കുന്ന പ്രധാന കണ്ടന്റിന്റെ ഭാഗമായിരുന്നു. തീർച്ചയായിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ശൈത്യ ഒരിക്കലും പോകില്ല എന്നുള്ളത് കൺഫേം ആണ്. അങ്ങനെ എടുത്ത് കളയാൻ പറ്റില്ലേ? അതെ, ഇനി ചിലപ്പോ പോയേക്കാം. കാരണം സ്വഭാവം ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ആള് തിരിഞ്ഞു. അതെ. അപ്പൊ അപ്പുറം പക്ഷത്ത് വന്നു. അപ്പുറത്താണ് വരുന്നതെങ്കിൽ, അതായത് അനുമോളുടെ ഭാഗത്ത് നിൽക്കുന്നില്ലെങ്കിൽ ബിഗ് ബോസിന് ശൈത്യ ആവശ്യമല്ല. കാരണം ഇപ്പുറത്താണ് ആൾക്കാർ കുറവുള്ളത്. അതായത് അനുമോളുടെ ഗ്രൂപ്പിലാണ് ആൾക്കാർ കുറവുള്ളത്. സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അവിടുന്ന് ഒരു ചാഞ്ചാട്ടം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ലാസ്റ്റ് അങ്ങനെയാണ് കണ്ടത്. എന്തായാലും ലാലേട്ടൻ വന്നു, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ലാലേട്ടൻ വന്നപ്പോ നമുക്ക് പലതവണ വരേണ്ട കാര്യമില്ലായിരുന്നു. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ല. എപ്പിസോഡിൽ ഒന്നുമില്ല. അതായത് ലാലേട്ടൻ വന്ന് ലാലേട്ടൻ തിരിച്ചു പോകുമല്ലോ, ഒരു ഷോർട്ട് ബ്രേക്ക് എന്നൊക്കെ പറയുമ്പോ തിരിച്ചു പോകുമ്പോഴേ, അതായത് ശബരിമലയിൽ പോയിട്ട് തീർത്ഥാടനം കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു ലുക്കാ. നീലയാണ്, കടും നീല, ഡാർക്ക് ബ്ലൂ. അതും ബ്ലാക്ക് മാത്രല്ല, ഡാർക്ക് ബ്ലൂ ഇടുന്നവരുണ്ട്. അപ്പൊ കറക്റ്റ് അതന്നെ. ആരാ അത് കോസ്റ്റ്യൂം തെരഞ്ഞെടുത്തെടുത്തതാണ്. എന്തായാലും ഒരു സന്നിധാനത്തിലെത്തിയ പ്രതീതിയായിരുന്നു ഇന്നലെ. ഭയങ്കര എന്താ പറയാ, ഭക്തിപൂർവമായിട്ടുള്ള ഒരു എപ്പിസോഡ് എന്ന് പറയാം. ഭയങ്കര കൂളായിരുന്നു. അതെ. എന്തായാലും കിച്ചൺ ഇഷ്യൂ ആദ്യം എടുത്തിട്ടു. എന്താണ് കാര്യങ്ങൾ, വെറുതെ ജസ്റ്റ് നമ്മളിങ്ങനെ ആരായില്ലേ, അത്രേ ഉള്ളൂ. ജസ്റ്റ് എൻക്വയറി, അത്രേ ഉള്ളൂ. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഓക്കെ, അതിൽ ഒരു കണ്ടന്റ് ഇല്ല, അതിനെ കുറിച്ച് പറയാനില്ല. അടുത്തത് പിന്നെ എന്തായിരുന്നടാ മെയിൻ? അതിനുശേഷം ആലോചിച്ചെടുക്കേണ്ട കാര്യം. അതെ, അതായത് ലാലേട്ടൻ വന്ന് കുറച്ച് പരിപാടി കഴിഞ്ഞതോടെ കഴിഞ്ഞു. പിന്നെ അതായത് ലൈവിലുള്ള പല സംഭവങ്ങളും, അത് നമ്മൾ സാധാരണ എപ്പിസോഡ് കാണൂലേ, ലാലേട്ടൻ വരുന്നതിന് മുമ്പുള്ള തിങ്കളാഴ്ച വരെ, തിങ്കൾ മുതൽ വെള്ളി വരെ ഉള്ളേ അതുപോലത്തെ എപ്പിസോഡ് കട്ട് ചെയ്തിട്ടതുപോലെ. അത് പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അതിൽ ഒരുപാട് കണ്ടന്റ്. അതെ, അത് ഭയങ്കര രസം. അതായത് സരിക, എന്ത് സരികയാണ്, കലാഭവൻ സരിക കുറ്റം പറയുന്ന ഒരു സീനുണ്ട്. പിന്നെ നമ്മുടെ അപ്പാനി ശരത്തും അക്ബറും മാറിന്നിട്ട് കുറ്റം പറയുന്ന ഒരു സീനുണ്ട്. അതിലുണ്ട് പറയുന്നേ, രേണു ഒക്കെ എന്താണ്, അനുമോളൊക്കെ വെച്ച് നോക്കുമ്പോ രേണുവിന്റെ ഒക്കെ കളി ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ്. രേണുമോൾ അവിടെ കളിക്കുന്നുണ്ടോ? രേണുമോളെ അവിടെ കാണാനില്ല. പിന്നെയാണ് രേണുവിന്റെ ഒക്കെ ഒരു കാര്യം ഭയങ്കര രസം കേട്ടോ. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നിന്ന് പോവാന്നുള്ളൊരു പ്ലാനിങ് ആണ്. എന്തായാലും രേണു, അതായത് കഴിഞ്ഞ ആഴ്ചയില് അക്ബറിനൊരു പ്രത്യേക ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. രേണുവിനെ നല്ലത് പറയിപ്പിച്ച് അത് ക്ഷമിച്ചു എന്ന് പറയിപ്പിക്കണം, സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച ഇഷ്യൂല്. പക്ഷെ ഒരിക്കലും മാപ്പ് കൊടുക്കൂല എന്നുള്ളതായിരുന്നു രേണുവിന്റെ ഒരു നിലപാട്. അതെ, വളരെ മോശം നിലപാടാണത്. അത് നമ്മൾ അന്ന് തന്നെ പറഞ്ഞതാണ്. ക്ഷമിക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അത് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. ഇത് നമ്മൾ ഇന്നും പണ്ട് മുതലുള്ള ഞങ്ങളുടെ രീതിയാണ്. അതായത് നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുവരും, ഞങ്ങൾ സോറി പറയാറുണ്ട്, വീഡിയോ വരെ ചെയ്തിട്ടുണ്ട്, അറിയുന്നവർക്ക് അറിയാം. പിന്നെ മാപ്പ് പറയാ എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അത് മനുഷ്യൻ, അത് നമ്മുടെ തെറ്റൊക്കെ തിരിച്ചറിഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യുന്നതിന്റെ വഴിയാണത്. തീർച്ചയായിട്ടും. അപ്പൊ അത് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് അതും ദൈവികമാണ്. അത് ഇന്നലെ ലാലേട്ടൻ അതങ്ങോട്ട് തകർത്തു കേട്ടോ. അത് ശരിക്കും ശാരികേനെ എടുത്തിട്ടൊന്ന് കൊടഞ്ഞു നമ്മുടെ. കാരണം രേണുവിനെ നല്ല പ്രഷർ കൂട്ടും മൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഞാനാണെങ്കിൽ ക്ഷമിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ വന്ന് ആളെ എണീപ്പിച്ച് നിർത്തി ചോദിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, അത് നിങ്ങളുടെ കാര്യമാണ്, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, അത് മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നതല്ല. പിന്നെ മാത്രല്ല, നമുക്കൊരു ദേഷ്യം തോന്നി, നമുക്കൊരു വേദന തോന്നി, അത് ക്ഷമിക്കണോ വേണ്ടെന്നുള്ളത് നമ്മുടെ ഇവിടെ തോന്നുന്ന ഫീൽ അല്ലേ, അത് വേറെല്ലോരാണ് തീരുമാനിക്കുന്നത്. മറ്റൊരാൾ പറഞ്ഞു കൊടുത്തത് അതിനനുസരിച്ചാണ് രേണു കൊടുക്കൂല, ഞാൻ മാപ്പ് കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഈ ഉപദേശവും ഇങ്ങനെയുള്ള
വാചകങ്ങൾ നമ്മുടെ ലാലട്ടന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോഴേ, മഹത് വചനങ്ങൾ വരുമ്പോഴേ നമുക്കിങ്ങനെ വീണ്ടും അതോ ഓക്കെയാണ്. എന്നാ പോലും പറഞ്ഞു കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് കിണ്ണം കാഴ്ച. അത് പറഞ്ഞത് ഇത് ദൈവികമായിട്ടുള്ള രീതിയിലാണ് അതിന്റെ ഒരു ഡിവോഷണൽ ഫീല്. അത് നമുക്കൊരു പ്രത്യേക ഒരു ഭക്തി പോലെയുള്ള ഒരു സാധനമൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അക്ബർ ഇത് മാപ്പ് ചോദിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് സീനുകൾ പ്ലേ ചെയ്ത് കൊടുത്തായിരുന്നു. എന്തൊരു രസമായിട്ടാ. അത് എന്തൊരു അടിപൊളിയായിരുന്നു എന്നറിയോ. അത് നമ്മള് ലൈവിൽ തന്നെ ശ്രദ്ധിച്ച കാര്യമായിരുന്നു. അത് ചപ്പാത്തി ലവ്, പിന്നെ വേറെ കുറെ ഷൂട്ട് വേറെ ഉണ്ടായിരുന്നു, അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. രണ്ടെണ്ണേ കാണിച്ചിട്ടുള്ളൂ. പാട്ട് പാടുന്നതും ഈ സംഭവം അല്ലാതെ തന്നെ എത്ര മാപ്പ് തരുമോ എന്നൊക്കെ ചോദിച്ചു സംഭവങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഉൾപ്പെടുത്തി. പക്ഷെ അതൊക്കെ അതെന്തായാലും ഇപ്പൊ അക്ബറിന് ഗുണം ചെയ്തു. അക്ബറിന് നല്ല പോസിറ്റീവ് ഉണ്ട്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തടിച്ച് പറഞ്ഞ സംഭവം മനസ്സിലായപ്പോ തന്നെ രേണു അപ്പൊ തന്നെ പറയുന്നുണ്ടോ മാപ്പ് കൊടുത്തു എന്ന് പറയുന്നതുകൊണ്ട്. ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ രേണുവിന് എത്ര പോസിറ്റീവ് ആയെന്ന് അറിയോ. നമ്മൾ അന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ആള് മാപ്പ് ചോദിച്ചു കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്ക് കുറച്ചെങ്കിലും ഗെയിമിനെ കുറിച്ച് ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം മാപ്പ് കൊടുത്തേനെ. അല്ല അത് ശരിയാ. എന്ത് ഗെയിം, എന്തിനെ കുറിച്ചാണ്? രേണുവിന്റെ ഗെയിമോ? ആൾക്ക് അവിടെ ക്യാമറ എനിക്ക് തെറ്റുപറ്റി പോയത്. അത് പോട്ടെ. ഓക്കെ. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു. അതില് ആര്യൻ ക്യാപ്റ്റനായി. പിന്നെയുള്ള എന്തായിരുന്നടാ? പിന്നെ അതായത് 3 പേരെ തെരഞ്ഞെടുത്തത്. ഒന്ന് ജിസേലിനെയും, പിന്നെ ഒന്ന് അഭിലാഷിനെയും ടാസ്കിന് വേണ്ടിട്ട്, പിന്നെ ആര്യനായിരുന്നു. അതില് അഭിലാഷ് മുന്നിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ അഭിലാഷ് ആദ്യം പോയി. ശരിക്കും അതൊരു ഡിസ്റ്റൻസ് ശരിക്കും 3 ഡിസ്റ്റൻസിൽ വെക്കണമായിരുന്നു. 3 ഒരേ ഡിസ്റ്റൻസ് തമ്മിൽ വേണമായിരുന്നു. അതായത് ഒരാൾ മുന്നിൽ എന്നുള്ള രീതിയിലാവാൻ പാടില്ലായിരുന്നു. അത് തെറ്റുപറ്റിപ്പോയി. അത് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നും ശരിക്കും അത് തെറ്റ് തന്നെയാണ്. അങ്ങനെ വെക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് നേരെ മുന്നിൽ അഭിലാഷ് വന്നതുപോലെയായി. എന്നിട്ട് ആര്യൻ, പിന്നെ ജിസേലായി. ശരിക്കും അങ്ങനെയല്ല. അതായത് 3 പേരും ഒരു വൃത്താണല്ലോ, അതിന്റെ കറക്റ്റ് ഡിസ്റ്റൻസിൽ 3 പേര് ഒരുമിച്ച് നിന്നെങ്കിൽ ആരാണ് ഇതിന്റെ പിന്നിലൊന്നും മനസ്സിലാവില്ല. എല്ലാരും ഒരുപോലെ ആവുമായിരുന്നു. എന്താണെങ്കിലും വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇന്നലെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഒന്നും പ്രത്യേകിച്ച് നടന്നിട്ടില്ല. പിന്നെ ഒരു കുറച്ച് ഫണ്ണായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പോയി. പിന്നെ അനീഷിന്റെ സംഭവം ഉണ്ടല്ലോ, അതായത് അതെന്താന്ന് വെച്ചാല് അത് എടുത്തു പറഞ്ഞിരുന്നു കേട്ടോ. അനീഷ് എന്ത് പറയുമ്പോഴും അതെന്താന്ന് വെച്ചാൽ ആലേട്ടാ ഈ സാധനം ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നതിനെ കുറിച്ച്. പിന്നെ ക്യാപ്റ്റൻ വിളിച്ചപ്പോ ഷാനവാസാണല്ലോ ക്യാപ്റ്റൻ. അനീഷ് എണീറ്റിരിക്കുന്നു. അനീഷിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ക്യാപ്റ്റൻസി. അതൊക്കെ കഴിഞ്ഞ ആഴ്ചയിലുള്ളതാണ്. ഒരാഴ്ച കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ ആള് മറന്നിട്ടുണ്ടെന്നാണ്. അതൊക്കെ മറന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നവീനെ പറഞ്ഞു. നവീന് കടുത്ത ഒരു ഇതാണ് കൊടുത്തത്. സാധനം അടിച്ചു മാറ്റുന്നതിന് ഇനി കടുത്ത നടപടി എടുക്കേണ്ടി വരും പറഞ്ഞത്. ഇത് കട്ട് കഴിഞ്ഞാൽ അവിടെ കൊടുക്കുന്ന സാധനങ്ങളാണല്ലോ, അത് എല്ലാവർക്കും ഉപയോഗിക്കേണ്ട സാധനമാണ്. അത് അങ്ങനെ ഓരോരുത്തർ അതിന്റെ ഇടയ്ക്ക് മറ്റേ എന്താണെന്നറിയോ, ബിഗ് ബോസ് ആദ്യം ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ തന്നെ പോട്ടെ എന്ന് കരുതിണ്ടായിരുന്നു. ഇനി അത് മാത്രമായിട്ട് ഇനി പോകാൻ പറ്റില്ല. ഇനി വേറെ കണ്ടന്റ് വരണം. അതെ അത് ഫുള്ള് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓടിക്കാൻ പറ്റും. പിന്നെ മാത്രല്ല ആള് ഇങ്ങനെ പഠിച്ചു വന്ന് ഇന്നതൊക്കെ ചെയ്യണമെന്ന് കരുതി ചെയ്യുന്ന മാത്രമൊന്നുമല്ല, ആള് സ്പോണ്ടേനിയസാ. അതിപ്പോ ആ പട്ടിയെ എടുക്കാൻ പോയില്ലേ, അതിനുള്ളിൽ എന്താണെന്നൊന്നും ആൾക്ക് അറിയില്ല. ആ സമയത്ത് ആ പേടിച്ച സംഭവങ്ങളൊക്കെ ആളങ്ങനെ പേടിച്ചിട്ടാണെന്ന് കരുതിയിട്ടുള്ളത്. പിന്നെ വേറൊരു അതിന്റേതായ രസത്തിലെടുക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു നിവിനോട് ചോദിച്ചോണ്ടിരുന്നേ. അതായത് പല സമയങ്ങളിലും പല ലോകത്താണല്ലോ, ഞാൻ പറയുന്നൊക്കെ കേൾക്കണ്ടെന്ന് വെച്ചു. മറ്റേ ഫുള്ളും മറ്റേ വേറെന്തൊക്കെയോ രീതിയിലുള്ള പരിപാടികളാണല്ലോ. അതൊക്കെ ചോദിച്ചു. മറ്റേ കിച്ചൺ ഏരിയയിൽ പോയിന്നിട്ടേ വാഷ് ചെയ്യുന്നതിന്റെ അവിടെ പോയിന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടല്ലോ. അതൊക്കെ കുറെ രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇന്ന് വലിയ പ്രശ്നങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചന തന്നുകൊണ്ടാണ് പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് പിന്നെ ബിഗ് ബോസ് പറഞ്ഞത് വലിയ കടുകട്ടിയുള്ള ടാസ്കുകൾ വരും, ശക്തമാവുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ശക്തമാകട്ടെ. പിന്നെ അനുമോൾ, പിന്നെ രണ ഫാത്തിമ ഇവർ തമ്മിലൊന്ന് കൊമ്പ് കോർക്കുന്നുണ്ട്. അതെന്താന്നുള്ളത് കണ്ടറിയണം. കിച്ചണിലാണ് അനുമോൾ ഇപ്പൊ ഉള്ളത്. എന്തായാലും അവിടെ അനുമോൾ തന്നെയായിരിക്കും മെയിൻ കണ്ടന്റ്. തീർച്ചയായിട്ടും. എന്തായാലും അനുമോൾ ഇനിയും കുറെ കരയും തോന്നുന്നു. വിട്ടാണ്ട് മാറിയാണ്ടല്ലോ. അല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ, അതായത് ഈ കരയുന്നത് കൊണ്ടാണോ ആളെ ഇങ്ങനെ ഫേക്ക് എന്ന് പറയുന്നത്?
അതുകൊണ്ട് എനിക്ക് തോന്നുന്നത്, കാരണം നമ്മൾ പല കമന്റ്സും നോക്കുമ്പോൾ കാണുന്നത് ആള് കാർഡ് ഇറക്കുവാണ്, കരച്ചിൽ കാർഡ് ഇറക്കുവാണ്, അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിനകത്തുള്ള മത്സരാർത്ഥികള് അനുമോൾ ഫേക്ക് ആണ് എന്ന് പറയുന്നത് ഓക്കെ, അവർക്ക് കൃത്യമായിട്ടുള്ള ജഡ്ജ്മെന്റ് കിട്ടിയിട്ടുണ്ടാവില്ല, അറിയുണ്ടാവില്ല. ഈ അനുമോളെ അത് പുറത്ത് മനഃപൂർവ്വം ജിസൈലിന് കുറെ PR ടീമുണ്ട്, അത് വേറെ കാര്യം. അപ്പോ അതിന്റെ ഭാഗമായി വരുന്ന കമന്റ്സുകളും അതിന്റെ ആ കമന്റ്സ് വരുന്ന അല്ലെങ്കിൽ പോസ്റ്റ് വരുന്ന അക്കൗണ്ട് കൊടുക്കുക. അപ്പൊ മനസ്സിലാവും ജിസൈലിന്റെ ജെന്യൂൻ ആണോ ജെന്യൂൻ അല്ലേ എന്നുള്ളത്, അതായത് PR ടീമിന്റെ കളിയാണോ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ അതല്ലാതെ ഒരു വിഭാഗം തന്നെ ശരിക്കും നമുക്കറിയാവുന്ന എന്താ ചിലരെ തന്നെ, അതായത് അനുമോൾ ഫേക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് ഞാനേ എന്റെ ഒരു സംശയം, ഇപ്പൊ ഇവരൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ കരയുന്നത് ഭയങ്കര ഫേക്ക് ആണെന്ന്. കരയുന്നത് കൊണ്ടാണോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കരച്ച, അല്ലാതെ ആളെന്ത് ചെയ്യുന്നു? ആളൊന്നും ചെയ്യുന്നില്ലല്ലോ. അല്ലാതെ അവിടെ അതായത് അവിടെ ശരിക്കും തെറ്റ് ചെയ്തത് ജിസേലാണ്. അതെ, അത് ചൂണ്ടിക്കാണിക്കാണ് ചെയ്യുന്നത്. അതെ, ചൂണ്ടിക്കാണിച്ച ആള് ഫേക്കും തെറ്റ് ചെയ്ത ആള് ജെന്യൂൻ ആവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അറിയാത്തത്. തെറ്റ് ചെയ്ത ആള് ഭയങ്കര ഗെയിമർ ആണെന്നാ പറയുന്നത്. അതെ, ഏത് രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഒളിപ്പിച്ച് കള്ളത്തരം കാണിക്കുന്നൊക്കെ ഗെയിമിന്റെ ഭാഗമാണെങ്കിൽ ചിലപ്പം ഭയങ്കര ഗെയിമർ ആയിരിക്കാം. മറ്റുള്ളവരൊക്കെ പറ്റിക്കാന്ന് പറഞ്ഞാൽ, ഇത്രയും പേരെ പൊട്ടന്മാരാക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ഗെയിം തന്നെയാണ്. അപ്പൊ അത് കണ്ടെത്തുന്നതും ഗെയിം അതെ, തീർച്ചയായിട്ടും. അല്ല, ഇത് ഭയങ്കര സാധനം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആയിരിക്കാം ചിലപ്പോ, എനിക്ക് അറിഞ്ഞൂടാ. ഏത് രീതിയിലാണ് ഇവര് ഈ കണക്കൂട്ടുന്നെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതെ, അല്ല അപ്പൊ ഇനിയിപ്പോ കരച്ചിലാണെങ്കിൽ അതെന്തുകൊണ്ടാന്നുള്ളതാണ് ഞാൻ അതാ ചോദിക്കാൻ വന്നത്. അതാണ് അതിന്റെ ഇടയ്ക്ക് വിട്ടത്. അതായത് ഇപ്പൊ ഈ എന്താ പറയാ, ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. കരയും, ചിരിക്കുന്നത് ഇമോഷനാണ്, ബഹളം ഉണ്ടാക്കുന്ന ഇമോഷനാണ്, ദേഷ്യം വരുന്ന ഇമോഷനാണ്. അങ്ങനെ ഇമോഷൻസ് ആണ് പ്രശ്നമെങ്കിൽ, കരച്ചിലാണ് ഫേക്ക് എന്നുള്ളത് പറയാനുള്ള അടിസ്ഥാനമെങ്കിൽ അവിടെ നടക്കുന്ന ഇപ്പം ദേഷ്യപ്പെടുന്നത് ഒക്കെ ഫേക്ക് അല്ലേ? എല്ലാം ഓരോ ഇമോഷൻസ് ആണ്. അതായത് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. നമുക്കറിയാം, ഇപ്പൊ അനുമോൾ ഇപ്പം ഫേക്ക് ആയിട്ട് കരയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഏത് മനുഷ്യൻ ഫേക്ക് ആയിട്ട് കരയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് കരയുന്നത് കൃത്യമായ അത് ഇന്ന കാരണം കൊണ്ട് കരയുന്നത് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇനിയിപ്പോ ഒരു കാരണം ഇല്ലാണ്ട് ദേഷ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഫേക്ക് ഗെയിം അല്ലേ? അതെ, അവിടെ എത്ര ആൾക്കാർ കടുത്ത രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്, അതൊരു ഇമോഷനാണ്. അതെ, ആ ഇമോഷൻ ഇവിടെ ക്വാളിറ്റി ഉള്ള ഗെയിം ആവുന്നു. കരയുന്നു എന്നുള്ളത് മറ്റൊരു ഇമോഷനാണ്, അത് ആ ഇമോഷൻ ഫേക്കും ആവുന്നു, ഏറ്റവും മോശം ഗെയിമും ആവുന്നു. അതായത് കരയുന്നതിന്റെ പേരിലാണെങ്കിൽ, അതായത് കരയുന്നു അനുമോൾ ഒരുപാട് എന്നുള്ളതിന്റെ കാരണത്ത് കൊണ്ടാണ് അനുമോൾ ഫേക്ക് എന്ന് പറയുന്നതാണെങ്കിൽ ഇതൊരു ചോദ്യമാണ്. എന്താണെങ്കിലും ഇനി ഒരുപാട് ചിരിക്കുന്നവർ അതും ഫേക്ക് അല്ലേ? ഒരുപാട് കുറെ ചിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ ഫേക്ക് അല്ലേ? എന്തൊരു ചിരിയാണ് അവൻ. ഇനി അതുകൊട്ടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു തന്നെ, എന്തൊരു ദേഷ്യപ്പെടലവൻ, എന്തൊരു ഫേക്കാണ് അവൻ എന്ന് പറയണ്ടേ? എല്ലാത്തിനും അങ്ങനെ തന്നെ പറയണം. അങ്ങനെയാണെങ്കിൽ ഈ ഇമോഷൻസ് ഒക്കെ ഒരു മനുഷ്യനുണ്ടാകുന്ന സാധനങ്ങളാണ്. അതായത് നമുക്കറിയാത്തൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് അനുമോളെ ഫേക്ക് എന്ന് പറയുന്നത് എന്നുള്ളത് കമന്റ് വരണം. ഒരു ഐഡിയ ഫേക്ക് ആണ് എന്ന് പറയാല്ലാതെ എന്തുകൊണ്ട് എന്നുള്ളത് കാരണം. അതെ, എന്തുകൊണ്ടാണ് ഫേക്ക് എന്ന് പറയുന്നത്, അതായത് അവിടെ നടന്ന ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെടുത്തി അത് ഇന്ന കാരണം അത് ചെയ്യുമ്പോൾ അത് ഫേക്ക് അല്ലേ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ, ഒന്ന് അറിയാനാണ്. അത് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ നമ്മള് 2-3 ദിവസമായിട്ട് അനുമോളുടെ കാര്യത്തില് ഞങ്ങൾ അനുമോളെ ഭാഗത്താണ്. അതെ, ഈ ബിഗ് ബോസിലെ ഇപ്പോൾ നടക്കുന്ന കാര്യത്തിൽ അനുമോളുടെ ഭാഗത്താണ്, ജിസേലിനെതിരെയാണ്. അപ്പൊ ജിസേലിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എതിരെയാണ് ഞങ്ങള്. ശരിയാണ്, ഞങ്ങൾ ആ വീഡിയോയിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഈ വീഡിയോയിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ അനുമോളെ PR ആയി മാറിയിട്ടുണ്ട്. അനുമോള് പുറത്തിറങ്ങുമ്പോ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള പൈസ ചെയ്യുന്നതിനുള്ള പ്രതിഫലം കിട്ടണമല്ലോ. എന്താണ് എന്ത് പറയാനാ, നമ്മുടെ ഇതുവരെയുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. ഓരോരുത്തരും നല്ലത് ചെയ്യുന്ന സമയത്ത് നമ്മളത് പറയുന്നുണ്ട്, മോശമാകുന്ന സമയത്ത് അത് മോശമാണെന്നും പറയുന്നുണ്ട്. റെനാ ഫാത്തിമ എന്തായിരുന്നു, ഇപ്പൊ റെനാ ഫാത്തിമ എന്താണ്? അതെ, ഷാനവാസിനെ കുറിച്ച് ഞങ്ങൾ എന്താ ആദ്യം പറഞ്ഞത്, പ്രത്യേകിച്ച് ജിസേലിന്റെ കോസ്റ്റ്യൂമിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ സത്യം ഇപ്പൊ ഷാനവാസിനോടുള്ള ഞങ്ങളുടെ നിലപാട് എന്താണ്? അതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അനീഷിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പാനി ശരത്തിനെ കുറിച്ച് ഞങ്ങള് വളരെ പോസിറ്റീവായിട്ടല്ലേ ആ അനീഷ് വെറുപ്പിച്ചൊരു സമയമുണ്ട്. ആ സമയത്ത് ആ ടാസ്ക് ഒക്കെ കൊളാക്കിയെന്ന്. ആ സമയത്ത് ശരത്ത് വേണം, അത് ആവണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അനീഷിനെ പിടിക്കണം എന്നാ പറഞ്ഞത്. അതെ, കടുവ പിടിച്ചു എന്നുള്ള രീതിയിലാണ്. പിന്നെ അതിനു മുൻപ് കീലേരി അച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പോ അത് വീണ്ടും ആ പേരിലേക്ക് തന്നെ ആ ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പോ
അങ്ങനെ കളി മാറുന്നതിനനുസരിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ മാറും. തീർച്ചയായിട്ടും അവിടെ നടക്കുന്നതിന്റെ പോസിറ്റീവായിട്ടുള്ള ഞങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞങ്ങൾ പോസിറ്റീവായിട്ട് പറയും, നെഗറ്റീവായിട്ട് തോന്നുന്ന കാര്യം ഞങ്ങൾ നെഗറ്റീവായിട്ട്. ഞങ്ങൾ ഒരാളുടെയും PR ആയിട്ടില്ല, അതിന്റെ ആവശ്യം അത് എടുത്തിട്ടുമില്ല, എടുക്കാനോട്ട് ഉദ്ദേശവും ഇല്ല. ഉള്ള കാര്യം പറയാലോ. അതിനകത്ത് എന്തെങ്കിലും നല്ലത് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെ അവര് ചെയ്തത് നമ്മുടെ കണ്ണില് അത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പറയും, അത്രേ ഉള്ളൂ. അതിപ്പം പലർക്കും കിട്ടാത്തത് അതാണ്. അതായത് അവരവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എന്ത് ചെയ്താലും ഓക്കെ, അവർക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർ എന്തെങ്കിലും ചെറുതാണെങ്കിലും അത് മോശം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മോശത്തരം. നമ്മൾ എന്താണെങ്കിൽ ഇഷ്ടം ഉണ്ടായിരിക്കാം, പക്ഷെ അയാള് തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് പറയാനും പഠിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ എന്ത് ചെയ്താലും അത് ശരി, അത് ഗെയിം. അതെ, മറ്റുള്ളവര് നല്ലത് ചെയ്താലും അത് ഫേക്ക്. അപ്പൊ എന്താണെങ്കിലും ലൈവുമായിട്ട് വരാം. ഞങ്ങൾ എന്തായാലും പോവാണ്. ഇന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട. എന്തിനാണ് വെറുതെ വെറുതെ എന്തിനാ? ഒരു അരമണിക്കൂർ പോലും നിങ്ങൾക്ക് തേക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനു വരണം? ബൈ, ലൈവായിട്ട് വരാം. ബൈ. ഇനി ഫുള്ള് വീഡിയോസ്, ലൈവ് ഉണ്ടായ ഫുൾ വീഡിയോ. ശനി ഞായറും മാത്രമേ ഉള്ളൂ ശോകം. അതെ.